കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ വികാരമാണ് ചേലക്കരയിൽ കണ്ടതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. വർഗീയ ശക്തികളുടെ പിന്തുണ കൊണ്ടാണ് UDF പാലക്കാട് ജയിച്ചതെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിൽ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നത് ചേലക്കരയിലാണെന്ന് പറഞ്ഞിരുന്നത് UDFന്റെ നേതാക്കൾ തന്നെയാണ്. അങ്ങനെയുള്ള ചേലക്കരയിൽ വൻ വിജയം നേടാനായത് LDFന് നേട്ടമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് നിലനിർത്താനായി എന്നുള്ളത് ഈ എല്ലാ പിന്തിരിപ്പൻ ശക്തികളുടെയും വർഗീയവാദികളുടെയും അതിനെല്ലാം പൂർണ്ണമായ പിന്തുണ നൽകുന്ന മാധ്യമ ശൃംഖലകളുടെയും എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ചേലക്കര UR പ്രദീപ് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ചിരിക്കുന്നു എന്നുള്ളത് കേരള രാഷ്ട്രീയം എങ്ങോട്ടേക്കാണ് എന്നുള്ളതിന് വ്യക്തത നൽകുന്ന, ദിശാബോധം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യം പ്രതികരിച്ചത് ആഹ്ലാദ പ്രകടനവുമായി രംഗത്ത് വന്നത് SDPI ആണ്. SDPIയും ജമാഅത്തെ ഇസ്ലാമിയും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലും UDFനോടൊപ്പം സജീവമായി അണിനിരന്നിട്ടുണ്ട്. ജനങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ എല്ലാവർക്കും വേണ്ടി നിൽക്കുന്ന നിലപാടുകൾ അംഗീകരിച്ചിട്ടുണ്ട്. കപട പ്രചരണം, അതുപോലെ BJPയും കോൺഗ്രസും എല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള നാടകങ്ങൾ, അതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. മൂന്നാം വട്ടവും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരും എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. ഭരണവിരുദ്ധം ഇല്ലല്ലോ, ഭരണവിരുദ്ധത പറഞ്ഞുണ്ടാക്കുന്നതല്ലാതെ ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നല്ലോ. ജനങ്ങൾക്ക് ഭരണത്തിൻ്റെ നേട്ടം അനുഭവിച്ച ആളുകളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടൊപ്പം അണിചേരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ഉള്ളതിനേക്കാളും പുതിയ ലോകസഭയിൽ ലഭിച്ചതിനേക്കാളും മികച്ച വോട്ടും ലീഡും നേടി വിജയിക്കാൻ കഴിഞ്ഞു എന്നത് ഭരണവിരുദ്ധ വികാരം എന്നുള്ള പ്രചാരവേല കേരളത്തിൽ അത് നടന്ന ഒരു പ്രചാരവേല മാത്രമാണ്, യാഥാർത്ഥ്യമല്ല എന്ന് തെളിയിക്കുന്നതാണ്. ചേലക്കരയിലെ വിജയമായിരിക്കും രാഷ്ട്രീയ വിജയം എന്ന്. ആ രാഷ്ട്രീയ വിജയം ഞങ്ങൾക്കാണ്, LDFനാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ UDFന് രാഷ്ട്രീയ പരാജയമുണ്ടായി എന്നത് KC വേണുഗോപാലിൻ്റെ അഭിപ്രായമനുസരിച്ചാണെങ്കിൽ UDFന് രാഷ്ട്രീയ പരാജയമുണ്ടായിരിക്കുന്നു. എന്തൊക്കെ പ്രചരണമായിരുന്നു സംസ്ഥാന സർക്കാരിനെതിരെയും ആ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയും ഒരമ്മ പെറ്റ മക്കളെ പോലെ BJP UDF നടത്തിയത്. ഒരേ സ്വരമായിരുന്നു, ഒരേ വാചകങ്ങളായിരുന്നു. കേരളത്തിലെ സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും വികസനവും ജനങ്ങൾ പൊതുവെ മനസ്സിലാക്കുന്നു. ഈ മണ്ഡലത്തിലെ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിൻ്റെയും വളരെ പരസ്യമായി UDFന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി വർഗീയമായ പ്രചരണം നടത്തിക്കൊണ്ടുള്ള ഒരു വിജയമായിട്ട് UDFൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും വിജയത്തെ കാണാൻ വേണ്ടി കഴിയുള്ളൂ. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.